number of particles per unit cell in simple cubic is equal to 1, in BCC equal to 2, and in FCC equal to 4. In number 3-dimensional packing in solids ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളൊരു സോളിഡിന്റെ പാർട്ടിക്കിൾസിനെ ഒരു സ്ഫിയറായി സമീപിക്കും. എന്താ സമീപിക്കും? ഒരു സ്ഫിയർ. ഒരു സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ ആണെങ്കിൽ ആ ഫുട്ബോൾ മൊത്തം ഫുട്ബോൾ മാത്രമല്ല, ആ ഫുട്ബോളിന്റെ ഉള്ളിൽ എന്തെങ്കിലും നിറച്ചിട്ടുണ്ടാവും. മനസ്സിലായോ? ഫില്ല് ചെയ്തിട്ടുണ്ടാവും ഫുള്ളായിട്ട്. എന്നൊരു ഷോർട്ട് പുട്ട് പോലെ മനസ്സിലായോ? അപ്പോൾ സ്ഫിയർ. അല്ലാതെ വെറുതെ സ്ഫിയർ സ്ഫിയർ ആയിരിക്കും വേണ്ട. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഫിയർ ആയിട്ട് വിചാരിക്കുക. എന്നിട്ട് ആ സ്ഫിയറിനെ ഒന്നിനോടൊന്ന് ചേർന്ന് രൂപത്തിൽ അറേഞ്ച് ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന് ഇതാണ് പാർട്ടിക്കിൾ. ഈ പാർട്ടിക്കിൾ 1 by 1 ആയിട്ട് ഇങ്ങനെ ഒരു റോ അറേഞ്ച് ചെയ്യാം. അപ്പൊ നമ്മൾ ക്രിസ്റ്റലിന്റെ എഡ്ജ് ഇത് 1 ഡയമെൻഷൻ പാക്കിംഗ് ആണ്. എന്താണ് 1 ഡയമെൻഷൻ പാക്കിംഗ്? 1 ഡയമെൻഷൻ പാക്കിംഗ് മനസ്സിലായോ? ഒരു സോളിഡിനെ എന്തായി സങ്കല്പിക്കുക? ഒരു സ്ഫിയറായി സങ്കല്പിക്കുക. എന്നിട്ട് ആ സ്പേസ് 1 by 1 ഓരോന്ന് ടച്ച് ചെയ്ത രൂപത്തിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ക്രിസ്റ്റലിന്റെ എഡ്ജ്. മനസ്സിലായി? ഇതിനെ നമ്മൾ ഇത് 1D ആണ്, 2D ആണ്, 3D ആണ്? 1D. മനസ്സിലായോ? ഇനി അടുത്തത് 1D പാക്കിംഗ്. മനസ്സിലായോ? 1 ഡയമെൻഷൻ പാക്കിംഗ്. ഇനി 2D പാക്കിംഗ്. 2D പാക്കിംഗ് ആകുമ്പോൾ എന്ത് ചെയ്യണം? 2 ഡയമെൻഷൻ പാക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യണം. ഏത്? ഈ ഒരു റോയും അത് വീണ്ടും അതിന് താഴെ അടുത്ത റോ പ്ലേസ് ചെയ്യാം. പക്ഷെ അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇതാണ് സ്ഫിയർ എങ്കിൽ ഇങ്ങനെ 1 by 1 പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് 2 തരത്തിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇതിന്റെ താഴെ അടുത്ത സ്ഫിയർ വരക്കാം. കണ്ടില്ലേ? ഇങ്ങനെ സ്ഫിയർ വരക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്ഫിയേഴ്സ് ടച്ച് ചെയ്തിട്ട് വരക്കാം. അപ്പോൾ അങ്ങനെ സ്ഫിയേഴ്സ് വരക്കാൻ പറ്റും. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ രീതിയാണ് ഇങ്ങനെ സ്പേസ് നമ്മൾ വരച്ചതിന് ശേഷം ഇത് രണ്ട് ടച്ച് ചെയ്യുന്ന ഈ ഭാഗം, യെസ്, ഇത് രണ്ട് ടച്ച് ചെയ്യുന്ന ഈ ഭാഗം ശ്രദ്ധിക്കുക. ഈ ഭാഗം മനസ്സിലായല്ലോ? അപ്പൊ ഈ ഭാഗത്ത് ഇതിന് ഡിപ്രഷൻ ഉണ്ടാവും. എന്താ പറയാ? ഡിപ്രഷൻ. മനസ്സിലായോ? അപ്പൊ ഈ സ്പേസ് ടച്ച് ചെയ്യുന്ന ഈ ഭാഗത്തിന് എന്താ പറയുക? ഡിപ്രഷൻ. ആ ഡിപ്രഷൻ സ്ഫിയർ പ്ലേസ് ചെയ്യും. നമ്മൾ വരച്ചാൽ ഇതാണ് സ്ഫിയർ വരിക. അപ്പൊ ഇത് ഒന്നിനോടൊന്ന് ടച്ച് ചെയ്തതിന് വരക്കുക. ഇനി ഇത് ഡിപ്രഷൻ ഉണ്ടാവും. ഇതിനെ നമ്മൾ ടച്ച് ചെയ്താവും. ഇത് ഡിപ്രഷൻ സ്ഫിയർ പ്ലേസ് ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ സ്പേസ് പ്ലേസ് രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ വരിയുടെ സ്പേസ് ഇതിന്റെ ഡിപ്രഷൻ അല്ല. രണ്ടാമത്തെ വരി ഉണ്ടാകുന്ന ഡിപ്രഷന്റെ മൂന്നാമത്തെ വരിയുടെ സ്പേസ് പ്ലേസ് ചെയ്യാം. ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇത് മനസ്സിലായോ? ഇത് കറക്റ്റായിട്ട് നല്ല സ്പേസ് ആയിട്ട് വരക്കണം. നമ്മൾ സമീപനം വരക്കണില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ശരിക്കും വരച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, കോയിൽ ടച്ച്. അപ്പൊ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം, ഇത് കാണിക്കാൻ പറ്റുന്നത് ഇവിടെ ഇതാണ് സ്ഫിയർ. ഈ സ്ഫിയർ ടച്ച് ചെയ്യുന്ന എത്ര സ്ഫിയർ ആയി? 1 2 3 4 ഉണ്ടല്ലേ? ഡയറക്റ്റ് ആ സ്ഫിയേഴ്സിന്റെ സെന്റേഴ്സ് ഞാൻ യോജിക്കും. ഉണ്ടല്ലേ? ഈ സ്ഫിയേഴ്സിന്റെ സെന്റേഴ്സ് യോജിക്കും. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു സ്ക്വയർ അല്ലേ? അതുകൊണ്ട് ഇതിന്റെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ്. എന്താ പറയാ? സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ഫിയർ നോക്കാം. സ്ഫിയർ ഈ ഞാൻ മാർക്കിംഗ് സ്ഫിയർ ടച്ച് ചെയ്യുന്ന സ്പേസ് ആ സ്പേസ് നോക്കി 1 2 3 4 5 6 അങ്ങനെ ഈ 6 സ്പേസ് ഇങ്ങനെ ജോയിൻ ചെയ്യും. ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു ഹെക്സഗൺ കിട്ടിയേ. അപ്പൊ നമ്മൾ ഇതിനെ ഹെക്സഗണൽ ക്രോസ് പാക്കിംഗ് പറയും. എന്താ പറയാ? ഹെക്സഗണൽ ക്രോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ. ക്ലിയർ ആയോ? അപ്പൊ ഈ ഹെക്സഗണൽ ക്രോസ് പാക്കിംഗ് 2 ഡയമെൻഷനും സ്ക്വയർ ക്രോസ് പാക്കിംഗും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഇവിടെ കൂടുതൽ എംപ്റ്റി സ്പേസ് നോക്കി, ഇവിടെ കുറവല്ലേ എംപ്റ്റി സ്പേസ്. എംപ്റ്റി സ്പേസിന് ഇന്റർസ്റ്റിഷ്യൽ സ്പേസ് അല്ലെങ്കിൽ വോയിഡ് എന്ന് പറയും. എന്താ പറയാ? വോയിഡ്, VOID. പഠിച്ചോ? ആ വോയിഡ് ഇവിടെ കുറവ്. നമ്മുടെ കൺവെൻഷനിൽ ഒരു സോളിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഭാഗത്ത് നോക്കി അപ്പുറത്തെ ഭാഗത്തേക്ക് കാണുന്നതല്ല സാധാരണ രീതിയിൽ സോളിഡ്. അമോർഫസ് സോളിഡിലേക്ക് കാണും. എന്നാലും ഇങ്ങനെ ടച്ച് ചെയ്താൽ അങ്ങോട്ട് പോലെയല്ലോ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സോളിഡ് എന്ന് പറയുമ്പോൾ അതിൽ ക്ലോസ് പാക്കിംഗ് ഉണ്ടാവും. അതുകൊണ്ട് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ കാൽക്കുലേഷൻ പഠിക്കാൻ ചെയ്തില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായ പാക്കിംഗ്. അപ്പൊ നമ്മൾ ഏതാണ് 2D എടുക്കുന്ന പാക്കിംഗ്? സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണോ അതുപോലെ തന്നെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണോ? സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഒരു സ്ഫിയർ ടച്ച് ചെയ്യാത്ത സ്ഫിയർ 4 അതിന് കോർഡിനേഷൻ നമ്പർ
എഫക്റ്റീവ് പാക്കിംഗ്? സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണോ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണോ? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് പഠിച്ചില്ലേ? 2D വരെ മനസ്സിലായോ? അപ്പോൾ നമ്മൾ 3 ഡയമെൻഷൻ പാക്കിംഗ് പഠിക്കും. അപ്പോൾ 3 ഡയമെൻഷൻ പാക്കിങ്ങിൽ നമ്മൾ 2D പാക്കിംഗ് സ്ക്വയർ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എടുത്തു. പിന്നെ അതിന് മുകളിൽ രണ്ടാമത്തെ സ്ഫിയർസ് എടുക്കുക. രണ്ടാമത്തെ ലെയറിലെ സ്ഫിയർസ് എടുക്കുക. രണ്ടാമത്തെ ലെയറിലെ സ്ഫിയർസ് എടുക്കുമ്പോൾ ഞാനിവിടെ ഗ്രീൻ കളർ വരച്ച് എടുക്കുക. ഒരു വോയിഡ് കവർ ചെയ്ത് കൊടുത്ത് വരച്ചിട്ടുണ്ടോ? ഒരു വോയിഡ് കവർ ചെയ്ത് കൊടുത്ത്. ഓക്കെ, അപ്പോൾ അടുത്ത വോയിഡ് ഉണ്ടോ? അതിന് വോയിഡ് എന്ന് പറയുമ്പോൾ ഇതിപ്പോ താഴെ ഇത് മുകളിലല്ലേ, പക്ഷെ ഇത് മുഴുവനായി കവർ ചെയ്തിട്ട് താഴത്തില്ലേ കവർ ചെയ്തിട്ട്. ഓക്കെ, അധികം സ്ഫിയർസ് വരച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ 3 സ്ഫിയർ വരയ്ക്കുന്നതിൽ രണ്ടാമത്തെ ലെയർ കിട്ടില്ലേ? യെസ്, ഓക്കെ. ഇപ്പൊ രണ്ടാമത്തെ ലെയറിൽ 3 സ്ഫിയർസ് ഞാൻ വരച്ചു. അതിൽ ഇതാണ് വോയിഡ് ഉണ്ടാവും. ഈ വോയിഡ് കണ്ടില്ലേ? അതല്ലേ കവർ ചെയ്ത് നോക്കി. അതുപോലെ ഇതല്ലേ വോയിഡ്, ഇത് കവർ ചെയ്ത് നോക്കി. ഓക്കെ, കവർ ചെയ്തല്ലോ. അങ്ങനെ യെസ്, ഞാൻ 3 സ്ഫിയർസ് വരച്ചിട്ടുള്ളൂ. 3 ഞാൻ ഷെയ്ഡ് കാണിച്ചില്ല. അധികം സ്ഫിയർസ് വരയ്ക്കാൻ പറ്റും, പക്ഷെ വരച്ചാലേ നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ലെയറിൽ എത്ര സ്ഫിയർ വരച്ചത്? രണ്ടാമത്തെ ലെയറിൽ വരച്ച 3 സ്ഫിയർ അല്ലേ? ഓക്കെ, അപ്പോ അങ്ങനെ വരച്ച രണ്ടാമത്തെ ലെയർ. ഒന്നാമത്തെ ലെയറിന്റെ പേര് എ, രണ്ടാമത്തെ ലെയറിന്റെ പേരോ ബി. ഓക്കെ, ഒന്നാമത്തെ ലെയറിന്റെ പേര് എ, രണ്ടാമത്തെ ലെയറിന്റെ പേര് ബി. ക്ലിയർ? യെസ്. സ്പീഡ് വരച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ലെയർ വരണം. രണ്ടാമത്തെ ലെയർ 3 സ്ഫിയർസ് ഞാൻ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ലെയർ ഇതൊരു വോയിഡ് ആണ്. വോയിഡ് കവർ ചെയ്തു. രണ്ടായിരം ഇതൊരു വോയിഡ് കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടും ഇത് കവർ ചെയ്തല്ലോ. 3. ഓക്കെ, ഇവിടെ നമ്മൾ സ്പീഡ് വരച്ചത് 3. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമ്മൾ സ്പീഡ് വരച്ചു. ഇതൊരു വോയിഡ് കവർ ചെയ്തു, ഇതൊരു വോയിഡ് കവർ ചെയ്തു, ഇതൊരു വോയിഡ് കവർ ചെയ്തു. ഇല്ല, ഇനി യെസ്, ഇപ്പൊ 4 സ്പീഡ് വരച്ചു. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ ഇതിന്റെ മുകളിൽ സ്പീഡ് വരച്ചു, ഇതിന്റെ മുകളിൽ ഇവിടെ സ്പീഡ് വരച്ചു, ഇവിടെ വരച്ചു. അതേപോലെ ഇവിടെ നമ്മൾ 1 വരച്ചു. പിന്നെ ഏത് അടുത്ത സ്പീഡ് ഇവിടെ വരച്ചു. പിന്നെ യെസ്, മുകളിലത്തെ വോയിഡ് കവർ ചെയ്ത് 1, 2 ഇവിടെ മുകളിലത്തെ വോയിഡ് കവർ ചെയ്തു. അപ്പൊ 4 സ്പീഡ് വരയ്ക്കും. ഇവിടെ ഞാൻ താഴത്തെ വോയിഡ് കവർ ചെയ്തു. അതുകൊണ്ട് 3 സ്പീഡ് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ? അപ്പൊ ഞാൻ ഏത് പറയാൻ ശ്രമിക്കാം. യെസ്, ഏത് വരക്കായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരച്ചേട്ടോ. പക്ഷെ ഇങ്ങനെ വരച്ചു. ഇനി നമ്മൾ പിന്നെ യെസ്, ഇവിടെ നമ്മൾ ഏത് വോയിഡാണ് കവർ ചെയ്തത്? താഴത്തെ വോയിഡ്. പിന്നെ താഴത്തെ വോയിഡ് 3 ഇതിൽ നമുക്ക് അടുത്ത ഐഡി കിട്ടും. ഇതിലിപ്പോ ഞാൻ ഏതാണ് മുകളിലത്തെ വോയിഡ് കവർ ചെയ്തത്?
ചേഞ്ച് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യുക. ഇനി മൂന്നാമത്തെ ലെയർ പ്ലേസ് ചെയ്യണം. മൂന്നാമത്തെ ലെയർ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തോ, രണ്ട് ഓപ്ഷൻ. ഒന്ന് ഇതുണ്ട് വോയിഡ്, ആ വോയിഡ് മാർക്ക് ചെയ്യുക, റെഡിൽ മാർക്ക് ചെയ്യുക. ഈ ഗ്രീൻ ഇതുണ്ടാക്കിയ സാധനം റെഡിൽ മാർക്ക് ചെയ്യുക കേട്ടോ. ഇതിൽ വോയിഡ് അതിൽ സീറോ വരക്കാത്ത മനസ്സിലാവും. അത് ഏതാണ്ട് മിഡില്ല വേണ്ടത്, കറക്റ്റ് മിഡില്ല വേണ്ടത്. നമ്മൾ വരച്ച കുറച്ച് മാറിയതാണ് കേട്ടോ. അപ്പൊ ഈ മിഡില് ഒരു വോയിഡ് ഉണ്ട്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നത്, നമുക്ക് രണ്ട് ഓപ്ഷൻ. ഒന്നുകിൽ ഇവിടത്തിന്റെ മുകളിൽ സീറോ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതല്ല അൺഓക്യുപ്പൈഡ് വോയിഡ്, അതിന് മുകളിൽ സീറോ പ്ലേസ് ചെയ്യാം. മനസ്സിലായോ? ഇതിന്റെ മുകളിൽ സീറോ പ്ലേസ് ചെയ്യുമ്പോൾ അടുത്ത സീറോ ഇതിലേക്ക് നോക്കി തന്നെ രണ്ടോട് വരുന്ന സീറോ ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഇതേതാ? ഇനി ഒറ്റ സീറോ വരച്ചിട്ടും അടുത്ത സീറോ വരക്കണില്ല. അപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് ഒന്നാമത്തെ ലെയർ ഇതാണ്, രണ്ടാമത്തെ ലെയർ ഇത്, മൂന്നാമത്തെ ലെയറോ ഇതായിട്ട് ഒരേപോലെ. അപ്പൊ ഇതിന്റെ പേര് ഫസ്റ്റ് ലെയറിന്റെ പേര്, ഫസ്റ്റ് ലെയറിന്റെ പേര്. സെക്കൻഡ് ലെയർ ആ ബി ഉണ്ടാക്കിയ ലെയറിന്റെ പേരോ ബി. ആ ബി ഉണ്ടാക്കിയ ആ വോയിഡിന് ഒരു സ്ഫിയർ പ്ലേസ് ചെയ്തപ്പോ എയും ബിയും എന്തായി ഒരേപോലെ. മനസ്സിലായോ? എന്നാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ ഏത് സി എസ് വരച്ചിട്ട് ഞാൻ സ്മാർട്ട് വരച്ചേ ഉള്ളൂ. ഇത് താഴെ വോയിഡ് കവർ ചെയ്ത് മുകളിൽ വോയിഡ് കവർ ചെയ്ത് പക്ഷേ എങ്ങനെ വരച്ചാൽ കുഴപ്പമില്ല. നമ്മൾ ഇവിടെ സീറോ വരക്കില്ല. ഇവിടെ പോയിട്ട് ഇവിടെ സീറോ വരച്ചാൽ ഏതുപോലെ തന്നെയാവും, ഏതുപോലെ തന്നെയാവും നേരത്തെ ഇപ്പൊ ചെയ്ത അതേപോലെ. എന്നാൽ ഇവിടെ അൺഓക്യുപ്പൈഡ് പോയിട്ട് ഏത് പോയിട്ടാണ്, മുകളിലത്തെ പോയിട്ടാണ് താഴെ പോയിട്ട് ഇവിടെ സീറോ പ്ലേസ് ചെയ്താൽ അത് വ്യത്യാസം ഉണ്ടാവില്ലേ, വേറെ ലെയർ ആവില്ലേ. മനസ്സിലായില്ലേ? അപ്പൊ രണ്ട് തരത്തിൽ നിങ്ങൾ പഠിക്കുക. ഒന്ന്, നിങ്ങൾ സീറോ പ്ലേസ് ചെയ്ത് രണ്ടാമത്തെ പോയിന്റ് മുകളിൽ ഉണ്ടായ ആ പോയിന്റ് കവർ ചെയ്ത രൂപത്തിലാണെങ്കിൽ ഒന്നാമത്തെ ലെയറും മൂന്നാമത്തെ ലെയറും ഐഡന്റിക്കൽ ആയിരിക്കും. ഉദാഹരണത്തിന് ഒന്നാമത്തെ ലെയറിന്റെ പേര് എ, രണ്ടാമത്തെ ലെയറിന്റെ പേര് ബി, പക്ഷെ മൂന്നാമത്തെ ലെയറിന്റെ പേരോ എ, അപ്പൊ നാലാമത്തെ ബി. അപ്പൊ എ ബി അങ്ങനെ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. മനസ്സിലായോ? അതിന് നമ്മൾ ഹെക്സഗണൽ ക്രോസ് പാറ്റേൺ ഇൻ 3 ഡയമെൻഷൻ പറയും. എന്താ പറയാ? ഹെക്സഗണൽ ക്രോസ് പാറ്റേൺ ഇൻ 3 ഡയമെൻഷൻ. എന്നാൽ ഇവിടെ നിന്ന് നോക്കി സി എസ് പ്ലേസ് ചെയ്ത് നമ്മൾ എവിടെ സി എസ് പ്ലേസ് ചെയ്ത് നോക്കുന്നത് ഞാൻ വരക്കില്ല. അത് മനസ്സിലായില്ലേ? 3D അല്ലേ, ബോർഡിൽ വരച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇതല്ല അൺഓക്യുപ്പൈഡ് പോയിന്റ്, ഇതിപ്പോ മുകളിലത്തെ പോയിന്റ് ഓക്യുപ്പൈഡ്, താഴത്തെ പോയിന്റ് അൺഓക്യുപ്പൈഡ്. ഇവിടെ സി എസ് പ്ലേസ് ചെയ്താലോ ഏത് ഡിഫറെന്റ് ആയിരിക്കും? ഒന്നാമത്തെ വേറെ, രണ്ടാമത്തെ വേറെ, മൂന്നാമത്തെ വേറെ. ഒന്നാമത്തെ ലെയറിന്റെ പേര് എ, രണ്ടാമത്തെ ലെയറിന്റെ പേരോ ബി, മൂന്നാമത്തെ ലെയറിന്റെ പേരോ സി. അപ്പൊ നമുക്ക് എ ബി സി അങ്ങനെ ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. അതിനെ ക്യൂബിക് ക്രോസ് പാറ്റേൺ എന്ന് പറയും. എന്താ പറയാ? അതിനെ നമ്മൾ ക്യൂബിക് ക്രോസ് പാറ്റേൺ. ക്ലിയർ? അപ്പൊ ഇതായി ഹെക്സഗണൽ ക്രോസ് പാറ്റേൺ, ക്യൂബിക് ക്രോസ് പാറ്റേൺ. മനസ്സിലായോ? ഹെക്സഗണൽ ക്രോസ് പാറ്റേൺ ആയാലും ക്യൂബിക് ക്രോസ് പാറ്റേൺ ആയാലും അത് രണ്ടിലും ഒരു സ്ഫിയറിനെ സറൗണ്ട് ചെയ്ത് 12 സ്ഫിയേഴ്സ് ഉണ്ടാവും. ഇപ്പൊ രണ്ടിന്റെയും കോർഡിനേഷൻ നമ്പർ എത്ര? 12. കോർഡിനേഷൻ നമ്പർ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സ്ഫിയർ ചുറ്റുമുള്ള അതിന് ടച്ച് ചെയ്യുന്ന ഐഡന്റിക്കൽ ആയ സ്ഫിയറിന്റെ എണ്ണത്തിന് ഒരു കോർഡിനേഷൻ നമ്പർ. മനസ്സിലായോ? അപ്പോൾ ഹെക്സഗണൽ ക്രോസ് പാറ്റേൺ ആയ HCP, ക്യൂബിക് ക്രോസ് പാറ്റേൺ ആയ CCP രണ്ടിലും കോർഡിനേഷൻ നമ്പർ എത്ര? 12. ഓക്കെ, എക്സ്പ്ലെയിൻ 3 ഡയമെൻഷൻ ക്ലോസ് പാറ്റേൺ ഇൻ സോളിഡ്സ് എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ ബ്രീഫായി എഴുതണം? Explain 3-dimensional close packing in solids. In question വന്നാൽ അധികം ചോദിക്കാത്തതല്ല, അപ്ലിക്കേഷൻ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് നമ്മൾ അധികം വേർഡ്സ് പഠിച്ചിട്ടില്ല. ഓക്കെ, ഇങ്ങനെ പറയാം. കൺസിഡർ the constituent particles of a solid as a hard sphere. If we place the spheres one by one in a row so that an edge is created. An edge is created in one dimension. Okay.
place the spheres of the second row on the depression of first row and third row. First row, second row on the depression of first row. So consider the constituent particles of a solid as a hard sphere. If we place the spheres one by one in a row so that an edge is created in one dimension. Place the spheres of the second row on the depression of first row, third row on the depression of second row and so on. അങ്ങനെ കണ്ടിരിക്കാം. Okay. Then a layer, first layer, okay, a layer like the first layer is created. Okay, simple words ले जाओ ये. Okay, ഒന്നാമത്തെ ലെയർ ഇല്ലേ, ഈ രണ്ടാമത്തെ ലെയർ പ്ലേസ് ചെയ്യുന്ന ഒരു ഒറ്റ ഓപ്ഷൻ ഇതാണ്. ഏതെങ്കിലും ഒരു വോയിഡിന് മുകളിൽ സ്ഫിയർ പ്ലേസ് ചെയ്യാം. അങ്ങനെ കണ്ടില്ലേ? Then എന്താണ്? If we place the spheres of second layer on one of the void of the first layer, okay, then second layer is created. Okay, second layer is formed, created. Okay, ഇനിയാണ് അടുത്തത് എന്താ പറയുന്നത്, തേർഡ് ലെയർ പ്ലേസ് ചെയ്യാൻ രണ്ട് ഓപ്ഷൻ. ഒന്നുകിൽ ഇവിടെ പ്ലേസ് ചെയ്യാം, സെക്കൻഡ് റോയിന് മുകളിൽ ഉണ്ടായിരുന്ന പോയിന്റിന് മുകളിൽ പ്ലേസ് ചെയ്യാം. അല്ലെങ്കിലോ അറിയാം ഏത് അൺഓക്യുപൈഡ് ബോഡി. ഇപ്പൊ ഞാൻ ഒരു പോയിന്റ് വൺ ഓഫ് ദി പോയിന്റ് ഓഫ് ദി ഫസ്റ്റ് ലെയർ പറഞ്ഞത് വൺ ഓഫ് ദി പോയിന്റ് ഓഫ് ദി ഫസ്റ്റ് ലെയർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് ഫസ്റ്റ് ലെയർ എത്ര പോയിന്റ് ഉണ്ട്? രണ്ട് എത്ര പോയിന്റ് ഉണ്ട്? അതിന് ഒരു പോയിന്റ് അൺഓക്യുപൈഡ് ആണ്, അതിന് മുകളിൽ സ്ഫിയർ പ്ലേസ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 3 dimensional ആയിട്ട് external cos factor. അപ്പോൾ we can place the spheres of the third layer. We can place the spheres of the third layer either on the void of the second layer, either on the void yes of the second layer or on the unoccupied void of the first layer. Okay, മനസ്സിലായില്ലേ? യെസ്. ഇനി അപ്പൊ സെക്കൻഡ് ലെയർ കിട്ടുന്നതിന് എഴുതിയില്ലേ? ഇനി തേർഡ് ലെയർ ഉദ്ദേശിക്കുന്നത് യെസ് രണ്ട് ഓപ്ഷനുകൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പറയാം യെസ് if we place the spheres of the third layer on the void which is created on second layer, is created on
second layer. Then it was found that first and third layers are identical. First and third layers are identical. Okay, this type of packing in three dimension is called hexagonal close packing. Hexagonal close packing. Okay, HC. If we place this type packing three dimension is called hexagonal close packing. Now we will is arrangement A B etc. This is packet. Okay, clear here. Then if we place the spheres of the third layer on the unoccupied void of the first layer, okay, then it was found that first and third layers are different. Okay, this type of pattern then AB is the last area, ABC is the third. Okay, ABC is the okay. This type of pattern in three dimension is called cubic close packing. Okay, cubic close packing, CC. Clear? Okay. അപ്പോൾ നമ്മൾ ആ പാക്കിംഗ് ഒന്ന് 3D കാണുമ്പോൾ ഏകദേശം എങ്ങനെ ഇരിക്കും പരീക്ഷ വരക്കാൻ ചോദിക്കില്ല, ഏകദേശം എങ്ങനെ ഇരിക്കുന്നതിന് മുന്നേ ഒന്ന് കാണിച്ചാൽ ഓൾമോസ്റ്റ് ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ വരക്കാൻ അറിയാവുന്ന പഠിപ്പിക്കാറ് കേട്ടോ. യെസ്, ഇത് എ, ഇതോ ഇതിപ്പോ എ ആണെങ്കിൽ ഇങ്ങനെ ഇല്ല. ഇത് എ, ഇത് ബി, ഇത് എ, ഇത് ബി, ഇത് എ, ഇത് ബി അല്ലേ? എ ബി എ ബി എ ബി അല്ലേ? ഓക്കെ, ഇനി മറ്റേ CCP ആണെങ്കിൽ നിങ്ങൾ പുറത്ത് നോക്കുമ്പോൾ ഒരു 3D യുക്തിയിൽ കാണുന്നത് എങ്ങനെയാണെന്ന് കണ്ടുതരാം. Yes, coba. അല്ലേ? പുറത്ത് നോക്കുമ്പോൾ ഒരു 3D ലുക്കില്ലേ? ഇതെന്താ? ഇത് എ, ഇത് എ, ഇതോ ബി, ഇതോ സി, ഇതോ ബി, ഇതോ സി അല്ലേ? ഇതാണ് ഇത്. അപ്പൊ നിങ്ങൾ വരക്കാൻ ചോദിക്കില്ല, നമ്മൾ ഞാൻ ജസ്റ്റ് വരക്കാൻ വ്യത്യാസം പറഞ്ഞില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, യെസ്. നെക്സ്റ്റ് ചെയ്യുന്നത്
നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് പാക്കിംഗ് എഫിഷ്യൻസി, പാക്കിംഗ് ഫ്രാക്ഷൻ ആൻഡ് പാക്കിംഗ് എഫിഷ്യൻസി. ഓക്കെ, യെസ്. പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വോളിയം occupied by the CS divided by total volume of the unit cell. Okay, so what is packing fraction? Volume occupied by the CS divided by total volume of the unit cell. Please remember, packing fraction is equal to volume occupied by the CS divided by total volume of the unit cell. Total volume of the unit cell. Okay, packing efficiency equal to packing fraction into 100. Okay, so what is packing efficiency? Packing fraction into 100. In question number, find packing efficiency of simple cubic unit cell. മൂന്ന് ക്വസ്റ്റ്യനാണ്. ഒന്നാമത് സിമ്പിൾ ക്യൂബിക്, മറ്റേത് പോളിസിലിണ്ടർ ക്യൂബിക്, മറ്റേത് ഫേസ് സിലിണ്ടർ ക്യൂബിക്. ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ ശ്രദ്ധിച്ച പത്ത് മനസ്സിലാവും. ഞാൻ കൂടുതൽ ക്യൂബ് വരച്ചത് ക്യൂബിൽ പാർട്ടിക്സ് കോർണർ മാത്രമേ ഉണ്ടാകും. ഇത് അമ്മയ്ക്കല്ലേ കോർണർ വരയ്ക്കൽ. പക്ഷെ ഞാൻ അത് നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ് കോർണർ എന്ന് പറഞ്ഞാലും ഇങ്ങനെയാണ് ഞാൻ പാർട്ടിക്സ് കേട്ടോ. ഈ പാർട്ടിക്കൽ കാണുന്നത് പോയിന്റ് ലാറ്റീസ് പോയിന്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. അപ്പൊ എത്ര ആറായി ഇവിടെ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് എത്ര ആറാണ്? 2 ആണ്. മനസ്സിലായോ? അപ്പൊ ഞാൻ നോട്ട് ചെയ്തിരിക്കുക AB is equal to 2R അല്ലേ. പക്ഷെ AB എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്ജ് ലെങ്ത് ആണ്. അത് A ആണ്. AB is equal to A എഡ്ജ് ലെങ്ത് കേട്ടില്ലേ? എഡ്ജിന്റെ ലെങ്ത് ആണ് ഇന്റർകർണൽ ഡിസ്റ്റൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താ? യെസ്, A ഇപ്പോൾ എത്ര ആണ്? 2R. ഇനി ഞാൻ ഓരോന്നിലും പാക്കിംഗ് ഫ്രാക്ഷൻ ഇക്വേഷൻ ഇല്ല. വാട്ട് ഈസ് പാക്കിംഗ് ഫ്രാക്ഷൻ ഈക്വൽ ടു? പാക്കിംഗ് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു വോളിയം occupied by the CS divided by total volume of the unit cell. എങ്ങനെ എഴുതാം? വോളിയം occupied by the CS divided by total volume of the unit cell. Total volume of the unit cell. Okay, ഇനി എത്രയാണ് നമ്പർ ഓഫ് ആറ്റംസ് സിമ്പിൾ ക്യൂബിക്കിൽ? പാർട്ടിക്കിൾസ് പറഞ്ഞ ആറ്റം ആണല്ലോ ആറ്റം പറയും. എത്രയാണ്? 1. അങ്ങനെയാണെങ്കിൽ എത്രയോ വോളിയം occupied by the CS എന്ന് പറയും 4/3 pi r cube into 1 അല്ലേ? 4/3 pi r cube. ഓക്കെ, വോളിയം occupied by the CS ഒരു സ്ഫിയറിലാണ്. അപ്പോൾ 4/3 pi r cube divided by എത്രയാണ്? 4/3 pi r cube divided by എത്രയാണ്? yes, a cube. a എത്രയാണ്? 2r. ക്യൂബിന്റെ വോളിയം a cube അല്ലേ? അപ്പോൾ 2r whole cube കിട്ടില്ലേ? ഓക്കെ, ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 0.523 0.523. Here, so what is packing efficiency equal to? Packing efficiency equal to 52.3%. കിട്ടില്ലേ? 52.3%. Okay, here packing efficiency, packing fraction 100.
അടുത്ത ചോദ്യം ഫൈൻഡ് ദി പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഇതില്ല ഫൈൻഡ് ദി പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. അപ്പോൾ ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്യൂബിന് ഞാൻ പറയും ഒരു ക്യൂബിന് ബോഡി ഡയഗണൽ ഉണ്ട് 4 ബോഡി ഡയഗണൽ ഉണ്ട് 4 ബോഡി ഡയഗണൽ ഉണ്ട്. ഓക്കെ അത് ഒരു ബോഡി ഡയഗണൽ ഞാൻ നമുക്ക് വരാൻ ശ്രമിക്കുക. ഈ പോയിന്റ് വരച്ചാൽ ഓക്കെ മാറ്റാതെ വരാം. ഓക്കെ ഇതൊരു ബോഡി ഡയഗണലാണ്. ക്ലിയർ? അതുപോലെ തന്നെ ഇതൊരു ഫേസ് ഡയഗണലാണ്. ഫേസ് അല്ലേ? ഓക്കെ സ്മൂത്ത് സർഫസ് ആയതുകൊണ്ട് പിന്നെ സ്ട്രെയിറ്റ് ലൈൻ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വളരെ കേട്ടോ. ഓക്കെ ഇത് ഫേസ് ഡയഗണലാണ്. അപ്പൊ ഞാൻ ഇതിനെ ഇത് എ ഇത് ബി ഇത് സി ഇപ്പൊ ട്രയാങ്കിൾ ഇവിടെ ഒരു ഡി കൊണ്ട് ഇത് കഴിഞ്ഞാൽ വേറെ ട്രയാങ്കിൾ രണ്ട് ട്രയാങ്കിൾ. ഇനി പിന്നെ ശരിക്കും ശ്രദ്ധിക്കുക. വാട്ട് ഈസ് AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. കണ്ടില്ലേ? AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. എന്താ AB രണ്ട് ലെങ്ത് A സ്ക്വയർ പ്ലസ് BC ഓൾസോ A ആണ്. അപ്പോൾ A സ്ക്വയർ. അപ്പോൾ AC സ്ക്വയർ ഈക്വൽ ടു എത്ര A സ്ക്വയർ 2A സ്ക്വയർ. അപ്പോൾ AC ഈക്വൽ ടു √2A. ഇത് 2A സ്ക്വയർ തന്നെയാണ്. അപ്പോൾ √2A കിട്ടിയോ? റൂട്ടിന്റെ പുറത്താണ് A √2A. ഇനി വേറെ കാര്യം എടുക്കുക. ADC എടുക്കുക. ADC ട്രയാങ്കിൾ ADC. ഓക്കെ ട്രയാങ്കിൾ ADC എടുത്താലേ ഓക്കെ വാട്ട് ഈസ് AD സ്ക്വയർ ഈക്വൽ ടു പറയൂ AC സ്ക്വയർ പ്ലസ് CD സ്ക്വയർ. കിട്ടില്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2A സ്ക്വയർ പ്ലസ് CD ഓൾസോ A ആണ്. അപ്പോൾ A സ്ക്വയർ CD A ആണ്. അപ്പോൾ A സ്ക്വയർ. അപ്പോൾ എത്ര A സ്ക്വയർ ആവും? 3A സ്ക്വയർ. അപ്പോൾ AD സ്ക്വയർ ഈക്വൽ ടു 3A സ്ക്വയർ. വാട്ട് ഈസ് AD ഈക്വൽ ടു √3A. ഇതെന്ത് ഡയഗണൽ? ബോഡി ഡയഗണൽ. പഠിച്ചില്ലേ? ഇപ്പോ നേരത്തെ കണ്ടുപിടിച്ച AC എന്താണ്? ഫേസ് ഡയഗണൽ. ഫേസ് ഡയഗണൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ബോഡി ഡയഗണൽ കണ്ടുപിടിക്കാൻ പറ്റൂ. കേട്ടില്ലേ? പത്രങ്ങൾ. ഇനി നിങ്ങൾ ഈ ഡയഗണൽ നോക്കിയേ. ഞാൻ ചിത്രം വരച്ചെടുക്കുക. ഒരു സ്ഫിയർ, അടുത്ത സ്ഫിയർ കേട്ടില്ലേ? എത്ര ആയി? ഇതാണ്, ഇത് 2 ആണ്, ഇതാണ്. എത്ര ആയി മൊത്തം? 4. അപ്പൊ AD യുടെ ഡിസ്റ്റൻസ് എത്ര ആണ്? 4 ആണ്. ഞാൻ ഇപ്പുറത്തെ ശ്രദ്ധിക്കുക. 4R ഈക്വൽ ടു √3A. കിട്ടിയോ? ഇത് വളരെ കാര്യമായ ഇക്വേഷൻ ആണ്. 4R ഈക്വൽ ടു √3A. BCC. അങ്ങനെയാണെങ്കിൽ what is A ഈക്വൽ ടു 4R by √3. അപ്പോൾ what is A cube ഈക്വൽ ടു 4R by √3 1 cube അല്ലേ? അപ്പോൾ 64 R cube divided by 3 √3. 64 R cube by 3 √3. ക്ലിയർ ആയോ? A cube equal to കിട്ടിയില്ലേ? ഇത് ചെയ്യുന്നത് ഇത്രയും മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പാക്കിംഗ് ഫ്രാക്ഷൻ പാക്കിംഗ് എഫിഷ്യൻസി എവിടെ? അപ്പോൾ പാക്കിംഗ് ഫ്രാക്ഷൻ ഈക്വൽ ടു ഇവിടെ നോക്കുക. പാക്കിംഗ് ഫ്രാക്ഷൻ ഈക്വൽ ടു വോളിയം ഓക്യുപൈഡ് ബൈ ദി സ്പേസ് 4/3 pi r cube into 2r. കാരണം എഫക്റ്റീവ് പാർട്ടിക്കിൾസ് രണ്ടല്ലേ? ഡിവൈഡ് ബൈ എത്ര? 64 r cube by 3 √3. ഓക്കെ പാക്കിംഗ് ഫ്രാക്ഷൻ. ഇത് മനസ്സിലായി? 4/3 pi r cube into 2 മനസ്സിലായോ? യെസ്. ഇനി ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 0.68 കിട്ടും. കേട്ടോ? പരീക്ഷയ്ക്ക് സാധാരണ ബോർഡ് എക്സാമിൽ ഈ വാല്യൂ എഴുതിയിരിക്കും, അല്ലാണ്ട് കാൽക്കുലേഷൻ ചോദിക്കില്ല. കേട്ടോ? കാൽക്കുലേഷൻ വളരെ കൃത്യമായിട്ട് ടെസ്റ്റ് പറഞ്ഞിട്ടില്ല. ഓക്കെ എന്നാലും നിങ്ങൾക്ക് ക്ലിയർ ആയി പറഞ്ഞത് 0.68. അങ്ങനെയാണെങ്കിൽ what is packaging efficiency equal to 68%. പഠിച്ചോ? packaging efficiency equal to 68%. ക്ലിയർ?
find the packing efficiency of FCC unison. Okay, ഞാൻ ഒരു ക്യൂ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഫേസ് സെന്ററിലേക്ക് കിട്ടുമ്പോൾ നമുക്ക് ഫേസ് ഡയഗ്രം മാത്രം മതി. അപ്പോൾ എളുപ്പമായി. ഇത് എ, ഇത് ബി, ഇത് സി, അങ്ങനെയാണ് ട്രയാങ്കിൾ കിട്ടി. എ ബി സി നേരത്തെ കണ്ടുപിടിച്ചാണ് ഫേസ് ഡയഗ്രം ഒന്നും കണ്ടുപിടിക്കുക. ഓക്കെ, ട്രയാങ്കിൾ പിന്നെ എ ബി സി എടുത്താൽ what is AC square equal to AB square plus BC square. AB is equal to A square. BC also A square. But 2A square. Okay. Again, what is AC equal to root 2A. Then face diagonal A. So, AC is the distance. Calculate this. This here. This here. This here. Now, no sphere is there. 3D आयोगे. हम model बैठा देने limitation है. नल सदिका. इधर आगे जो आएगा अगर अब AC equal to 4R. तो 4R equal to root 2A. So what is A equal to 4R by root 2. So what is A cube equal to 4R by root 2 whole cube. That is equal to 64 R cube by 2 root. Okay. Okay. What is factor fraction equal to? Volume occupied by the spheres divided by total volume of the unit cell. Factor fraction equal to എത്രയാണ് volume occupied by the spheres FCC എത്രയാണ് particles എണ്ണം spheres എണ്ണം 4. അപ്പോൾ 4/3 is factor fraction equal to 4/3 pi r cube into 4 into 4/3 pi r. Okay, divided by volume A cube, volume of total volume of the unit cell 64 r cube by 2. Okay, it is simplify that 0.74. So what is packing efficiency equal to 74%. Okay, ശരി തരിക. ഈ കാൽക്കുലേഷൻ വളരെ വ്യക്തമായിട്ട് NCERT ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ സാധാരണ ബോർഡ് എക്സാമിൽ ആ പെർസെന്റേജ് ചോദിക്കാറുണ്ട്, കേട്ടില്ലേ? എത്രയാണ് സിമ്പിൾ ക്യൂബിൽ 52.3% പാക്കിംഗ് എഫിഷ്യൻസി, എത്രയാണ് BCC 68%, എത്രയാണ് FCC 74%. അപ്പോൾ ഏതാണ് മോസ്റ്റ് എഫക്റ്റീവ് പാക്കിംഗ്? FCC. അതുകൊണ്ട് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിനെയും ഈ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും ക്യൂബിക് ക്ലോസ് പാക്കിങ്ങും ഏതൊക്കെയാണ്? ഫേസ് സെന്റേർഡ് ക്യൂബിക്ക് തുല്യമാണ്. കാരണം അതിലും നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിച്ച് എത്ര പെർസെന്റേജ് കിട്ടും? 74%. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? FCC എന്ന് എഴുതിന് പകരം വേണമെങ്കിൽ CCP എന്നോ അല്ലെങ്കിലോ HCP എന്നോ എഴുതാം. അപ്പൊ എന്താ പറയുക? FCC equal to HCP or CCP. Clear?